നിറമുള്ള സ്വപ്നങ്ങൾ നെയ്ത വിദ്യാലയ തിരുമുറ്റമേ നിനക്കെൻ്റെ സ്വസ്തി. ഒരു നാളും ഇനി എത്തിടാത്തൊരാ വാസന്ത സ്മൃതികളെ നിങ്ങൾക്കും എൻ്റെ സ്വസ്തി. പ്രണയവും കലഹവും പരിഭവപ്പൂക്കളും. ഐഷു, നീ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണേ? വാ ഐഷു, നമുക്ക് കളിക്കാം. ഏയ്, ഞാൻ പോവാ. നാളെ മുതൽ ഇനി മേപ്പാടി സ്കൂളിലാണ്. നിങ്ങൾ ഓർക്കില്ല എന്നെ? ശരി കേട്ടോ. തോമസേട്ടോ, പോവാട്ടോ. ശരി. പേടിക്ക് കുട്ടിയോട്. തേടുത്തിടും കിനാക്കൾ തൻ കാതരവീഥിയിൽ ഏകയായി ഞാൻ നിറമാർന്ന സ്വപ്നം തളിർത്തൊരാ കാലമേ സ്മൃതികളിൽ നീ വീണ്ടും എത്തിടാമോ? ഒരു വേള വീണ്ടുമാ ഗതകാ
എൻ്റെ ഏറെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, ഇത് നിങ്ങളുടെ ഐഷു ആണ് കേട്ടോ. സുഖമല്ലേ എല്ലാവർക്കും? എൻ്റെ പ്രിയ കാന്താരിക്കുട്ടിക്കും നിങ്ങളെ എല്ലാം ഓർക്കുമ്പോൾ തന്നെ കൽബിലൊരു പെടച്ചിലാണ്. ഒത്തിരി സ്നേഹത്തിൻ്റെയും കൂടെ വലിയ വിഷമത്തിൻ്റെയും. എൻ്റെ ജീവിതത്തിൽ കുറേ നല്ല നാളുകൾ സമ്മാനിച്ച എൻ്റെ ഏറെ പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാം. മറക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ സ്കൂളും ടീച്ചർമാരും മാഷുമാരും എല്ലാവരും നൽകിയ സ്നേഹം വലിയ നമ്പറാണ്. ഇവിടെ എല്ലാവരും ഇപ്പോൾ സന്തോഷത്തിലേക്ക് വരികയാണ്. വിഷമിപ്പിക്കണതെല്ലാം മറന്നല്ലേ പറ്റൂ. നിങ്ങളൊക്കെ തരുന്ന സ്നേഹവും കരുതലും സഹായവും നമ്മളെ ജീവിപ്പിക്കുകയാണ്. മാമാങ്കം കഴിഞ്ഞു അവിടെ എല്ലാവരും നന്നായി ആഘോഷിച്ചോ? നല്ല രസമുണ്ടായില്ലേ? എല്ലാവരോടും എൻ്റെ സ്നേഹവും അന്വേഷണവും പറയണം. ഒരിക്കൽ കൂടി വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട്. അപ്പം നമുക്ക് വീണ്ടും ആഘോഷമാക്കണം നമ്മുടെ സ്നേഹവും സൗഹൃദവും. ഏറെ സ്നേഹത്തോടെ ഐഷു. മറക്കാനാവുമോ പേമഴയും വൻകാറ്റും ഉന്മാദ താണ്ഡവമാടിയ ആ ഘോരദിനങ്ങൾ? ഭൂമിയുടെ ഉദരമുരുൾപൊട്ടി പെറ്റ മക്കളെ പച്ചയ്ക്ക് വിഴുങ്ങിയപ്പോൾ അന്ധകാരത്തിൻ്റെ ആഴങ്ങളിലേക്ക് അടിഞ്ഞമർന്നു പോയത് ഒരു നാടിൻ്റെ ഹൃദയസ്പന്ദനങ്ങളും കിനാവുകളുമായിരുന്നു. 2024 ജൂലൈ 30. അന്നാണ് ഉരൽപൊട്ടലിൽ മിഴിചിമ്മും നേരം കൊണ്ട് വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം, കുഞ്ഞോം ഗ്രാമങ്ങൾ പേക്കിനാവായത്. പരശതം മനുഷ്യർക്ക് ശവക്കളം തീർത്തത്. ഒരു ജനതയുടെ ചേതനയായിരുന്ന വെള്ളാർമല വിദ്യാലയം മണ്ണിനടിയിലായത്. വിശ്വഭൂപടത്തിൽ വയനാട് വേദനയുടെ നാടായത്. എങ്കിലും തളർന്നില്ല നാം, പിന്മാറിയില്ല നാം. രുതിരം കുതിർന്ന മണ്ണിൽ നിന്നും മനുഷ്യത്വം ഉടലെടുത്തുയർന്നപ്പോൾ ഭരണ സംവിധാനങ്ങളും ജനങ്ങളും തോളോട് തോൾ ചേർന്നപ്പോൾ നമ്മൾ വീണ്ടും നമ്മളായി. നഷ്ടപ്പെട്ടവയെ ഒന്നൊന്നായി തിരികെ വാർത്തു. കണ്ണീർ വഴികളിൽ ഇനിയുമുണ്ട് ബഹുദൂരം നടക്കാം. ഇനിയും ചേർത്ത് പിടിച്ച് നാം നടക്കും. കണ്ണീർ വീണ വയനാടിൻ്റെ ചരിതത്തിനു മീതെ അതിജീവനത്തിൻ്റെ നവഗാഥകൾ നാം രചിക്കും. ഒരു വേള വീണ്ടുമാ ഗതകാല വാസന്ത സുരഭിയായെന്നിൽ പടർന്നിടാ.